സർ, ഒരു കമ്പനിയിൽ എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ GWC പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. ശരിക്കും എന്താണ് GWC അനാലിസിസ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? GWC പാരാമീറ്റേഴ്സ് തീർച്ചയായിട്ടും നോക്കി തന്നെ വേണം നിങ്ങളുടെ ഹയറിംഗ്. അതേപോലെ തന്നെ വൺസ് ഹയർ ആയി കഴിഞ്ഞാൽ ആള് റീറ്റെയിൻ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും എല്ലാം, അതല്ലെങ്കിൽ ആളുടെ പൊസിഷൻ മാറ്റുന്നതോ അങ്ങനെയുള്ള എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഒരു GWC അനാലിസിസ് നടത്തുന്നത് നന്നായിരിക്കും. GWC എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെ ഒരു ടാസ്ക് ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനിലേക്ക് ഒരാളെ ഹയർ ചെയ്യാണ്. ആ ആൾക്ക് ഡസ് ഹി ഗെറ്റ് ഇറ്റ്, അതാണ് G. രണ്ടാമത്തെ W എന്ന് പറഞ്ഞാൽ ഡസ് ഹി റിയലി വാണ്ട് ഇറ്റ്, അതാണ് W. മൂന്നാമത്തത് ഈസ് ഹി റിയലി കേപ്പബിൾ ഓഫ് ഇറ്റ്. ആളിന് അത് മനസ്സിലാവുന്നുണ്ടോ, അയാൾക്ക് ചെയ്യാൻ, അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്, അയാളുടെ ടാസ്ക് എന്താണ്, റോൾ എന്താണ്, ഇത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെയാണോ നമ്മൾ ഹയർ ചെയ്തത് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത്. രണ്ടാമതായിട്ട് ഡസ് ഹി റിയലി വാണ്ട് ഇറ്റ്. പലപ്പോഴും ആള് നല്ല കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും, നല്ല മിടുക്കനോ മിടുക്കിയോ ഒക്കെ ആയിരിക്കും, പക്ഷെ ആളിന് ഇത് ചെയ്യാൻ റിയലി ആഗ്രഹമുണ്ടോ എന്നുള്ളത്. അത് ബിസിനസ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും ഇപ്പൊ പലയിടത്തും കാണാറുണ്ട്. മക്കൾ അവർക്ക് ഇഷ്ടമല്ലാത്ത ചില പാതകളിലൂടെ പോകാനായിട്ട് മാതാപിതാക്കൾ നിർബന്ധിക്കും. അൾട്ടിമേറ്റ്ലി അവര് ആ ജോലി വിട്ടോ, അതല്ലെങ്കിൽ അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിട്ടിട്ട് വേറെ വഴിക്കായിരിക്കും പോവുക. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ട്. എന്റെ ഒരു അങ്കിള് അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ജോബ് ഭയങ്കര അതിയായി ആഗ്രഹിച്ച ആള് വലിയൊരു പൊസിഷനിൽ ഗവൺമെന്റ് ജോബിൽ ആക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മകനെ ഇത് ബോറടിക്കാൻ തുടങ്ങി. ആളത് വിട്ടിട്ട് നേരെ കാനഡയ്ക്ക് പോയി അവിടെ സെറ്റിലായി. അപ്പോ ഇദ്ദേഹം ഒരു ചോദ്യം, പ്രസക്തമായ ചോദ്യം ഇതാണ്, മകൻ ഇത് വേണോ എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചു. ഡു യു റിയലി വാണ്ട് ഇറ്റ് എന്നുള്ളൊരു ചോദ്യം മകനോട് ചോദിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അതേപോലെ തന്നെ നമ്മളൊരു പ്രശസ്തമായ ഒരു അനക്ഡോട്ട് കേട്ടിട്ടുണ്ടാവും, ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. അതായത് ഡോഗ് ബിസ്ക്കറ്റിന്റെ കഥ. ഈ ഡോഗ് ബിസ്ക്കറ്റ് ഒരാൾ മാനുഫാക്ചറിങ് നടത്താനായിട്ട് വലിയൊരു ഫാക്ടറി, ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുവന്നു. ഭയങ്കര പ്രൊമോഷൻ, മാർക്കറ്റിംഗ്, വേറെ അങ്ങനെ ഭയങ്കര ബ്രാൻഡിങ് എല്ലാം ചെയ്ത് ഡോഗ് ബിസ്ക്കറ്റ് മാർക്കറ്റിലിറക്കി. ആദ്യത്തെ 2 ദിവസം ഭയങ്കര തിരക്കും ഭയങ്കര കച്ചവടം. അതിനുശേഷം തീരെ കച്ചവടം ഇല്ലാതായി മാറി. അന്വേഷിച്ചു വന്നപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഡോഗ് ബിസ്ക്കറ്റ് വേണോ എന്ന് ഡോഗിനോട് മാത്രം ചോദിക്കാൻ ഇയാൾ മറന്നുപോയി. എന്ന് വെച്ചാൽ പട്ടിക്ക് പോലും വേണ്ടാത്ത ബിസ്ക്കറ്റാണ് ഇയാൾ വിൽക്കാൻ ശ്രമിച്ചത്. എന്നതുപോലെ ആവശ്യമില്ലാത്ത ഒരാളിനെ ആവശ്യമില്ലാത്ത ഒരു പൊസിഷനിൽ നമ്മൾ കൊണ്ടുവരുത്തുമ്പോൾ അവന്റെ പെർഫോമൻസ് അവിടെ ഉണ്ടാവില്ല, അവൻ മറ്റുള്ളവരെയും കൂടി കറപ്റ്റ് ചെയ്യും. അപ്പൊ അതാണ് W എന്ന് പറയുന്നത്. ഡസ് ഹി റിയലി വാണ്ട് ഇറ്റ്. എനിക്കും പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പലപ്പോഴും ഞാനും എൻ്റെ സ്റ്റാഫിന്റെ ചില ആളുകളുടെ കാര്യത്തിൽ ഓവർ എക്സ്പെക്ടേഷൻ വരും. അവര് അത് പഠിച്ചെടുത്ത് ചെയ്തോളും, അല്ലെങ്കിൽ ഇവരത് ഉയർന്നു വന്നോളും, അങ്ങനെയുള്ള ഓവർ എക്സ്പെക്ടേഷനിൽ. പക്ഷെ ഞാനും പണ്ടൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഡു യു റിയലി വാണ്ട് ടു സിറ്റ് ഇൻ ദിസ് പൊസിഷൻ, എസ്പെഷ്യലി ആളുകളെ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ W എന്നുള്ളത്, അതായത് ഡു യു റിയലി വാണ്ട് ടു കം ടു ദിസ് പൊസിഷൻ ആൻഡ് ഡു ഇറ്റ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അത് കൂടാതെ നമ്മളത് ചോദിച്ച് അനലൈസ് ചെയ്ത് ഉറപ്പുവരുത്തിയിരിക്കണം. മൂന്നാമത്തേതാണ് കേപ്പബിലിറ്റി എന്നുള്ളത്. ഈ കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മളത് ഇന്റർവ്യൂ പ്രോസസ്സിലും അതേപോലെ തന്നെ നമ്മളുടെ വർക്ക്, എന്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു 3 months എങ്കിലും പ്രൊബേഷൻ പീരീഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പൊ ആ പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് അറിയാൻ പറ്റും ഇയാൾ ശരിക്കും കേപ്പബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ആ കേപ്പബിലിറ്റി കൂടി നോക്കിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ മാത്രമേ നമ്മൾ ആ പൊസിഷനിലേക്ക് ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് GWC അനാലിസിസ്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്കൊരു അവബോധം ഉണ്ടെങ്കിൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പാറ്റേൺസ് തിരിച്ചറിയാനും എംപ്ലോയീസിന്റെ കാര്യത്തിൽ വേണ്ട ഡിസിഷൻ എടുക്കാനും പറ്റും. ഓർത്തിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മെക്കാനിസമാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനും അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാനും അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് ഹ്യൂമൻ റിലേഷൻ മാനേജ്മെന്റ്, HR എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളെ പറ്റി തീർച്ചയായിട്ടും നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. അത് നമ്മളുടെ ബിസിനസിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.